ഇന്നത്തെ നോൻപുകാല ചിന്തയായി നമുക്ക് നോൻപുകാലം വിളിച്ചവനോടുള്ള വിശ്വസ്തത എന്ന വിഷയത്തെക്കുറിച്ച് അല്പമൊന്ന് ചിന്തിച്ചാലോ? നോൻപുകാലം നമ്മെ അനുസ്മരിപ്പിക്കുക, ജീവിതത്തിൻ്റെ തിരക്ക് പിടിച്ച ഓട്ടത്തിൽ അല്പമൊന്ന് ഫുൾ സ്റ്റോപ്പ്, അല്പമൊന്ന് നിർത്തി നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിളിച്ചവനോട് വിശ്വസ്തത എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വിളിയിലാണോ ആയിരിക്കുന്നത്, അതൊരു പക്ഷേ പൗരോഹിത്യ വിളി, സന്യസ്ത വിളി, കുടുംബവിളി എന്താണെങ്കിൽ പോലും ആ വിളിയോട് വിശ്വസ്തരായിരിക്കുവാൻ ഈ നോൻപുകാലം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഒരു ക്രൈസ്തവൻ വിശ്വസ്തനായിരിക്കണം ക്രിസ്തുവിനോട്? ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അങ്ങയുടെ വചനം കണ്ട മാത്രയിൽ ഞാനവ ഭക്ഷിച്ചു, അത് എനിക്ക് ആനന്ദാമൃതവും സന്തോഷവുമേകി. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ വചനമാണല്ലോ, അങ്ങയുടെ നാമമാണല്ലോ ഞാൻ വഹിക്കുന്നത്. ഓരോ ക്രൈസ്തവൻ്റെയും വിളി ക്രിസ്തുവിൻ്റെ നാമം വഹിക്കുക എന്നുള്ളതാണ്. ഈ നാമം വഹിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തു എപ്രകാരമായിരുന്നുവോ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവിത ശൈലിയോട്, ക്രിസ്തുവിൻ്റെ പഠനങ്ങളോട്, ക്രിസ്തുവിൻ്റെ ജീവിതചര്യകളോട് നാം അനുരൂപപ്പെടുമ്പോഴാണ് ഈ ഒരു നാമം വഹിക്കുന്നവരാകുന്നത്. അങ്ങനെ ഈ നോൻപുകാലം നമ്മോട് ആഹ്വാനം ചെയ്യുക ക്രിസ്തുവിൻ്റെ നാമം വഹിക്കുന്നവരാകുക എന്നുള്ളതാണ്. നോൻപുകാലം 1-2 ചെറു ചിന്തകൾ കൂടെ നമ്മോട് പറയുന്നുണ്ട്. ഒന്ന്, അനുതാപവും പ്രായശ്ചിത്തവും നമ്മിലുണ്ടാവുക എന്നുള്ളതാണ്. അനുതാപവും പ്രായശ്ചിത്തവും നമ്മളിലുണ്ടാവുക. 2, വിശ്വാസം ജീവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാകുക. എങ്ങനെയാണ് ജീവിക്കുന്നത്? നമുക്കറിയാം, വിശ്വാസ സത്യങ്ങൾ നമുക്കുണ്ട്, അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. എന്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കണം? നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇപ്പോൾ ഇറച്ചി കാണാത്തപ്പോൾ നമ്മുടെ മക്കൾ ചോദിക്കും, അമ്മ എന്തുകൊണ്ടാണ് ഇന്ന് ഇറച്ചിയില്ല എത്തത്? അപ്പോൾ നമുക്ക് പറയാൻ പറ്റണം, ഇത് നോൻപ് കാലമാണ്, നമുക്ക് ഇറച്ചി കൂട്ടാൻ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ നമ്മൾ ഇറച്ചി വേണ്ടാന്ന് വയ്ക്കുന്നുവെന്ന്. അതാണ് വിശ്വാസം ജീവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ കുട്ടി മനസ്സിലാക്കുന്നു, ഇത് 50 നോൻപിൻ്റെ അല്ലെങ്കിൽ 40 നോൻപ് നമ്മൾ നോറ്റുന്നതിൻ്റെ കാലഘട്ടമാണെന്നുള്ളത്. മൂന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, ഈ നോൻപിന് നമ്മൾ ഉപവാസത്തിലൂടെ നമ്മൾ സ്വരുക്കൂട്ടുന്ന പൈസ അല്ലെങ്കിൽ ആ ഒരു തുക നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുന്നതോടൊപ്പം സഹജീവികളോട് സ്നേഹമായിട്ട് വർത്തിക്കുവാനും ഉള്ള ഒരു ആഹ്വാനം കൂടെ നമ്മൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഓർക്കുക പ്രിയമുള്ളവരെ, ഈ നോൻപ് കാലം നമ്മോട് പറയുന്നത് വിളിച്ചവനോട് നമ്മൾ വിശ്വസ്തരായിരിക്കുക എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ക്രിസ്തുവിൻ്റെ നാമം വഹിക്കേണ്ടവരാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ നാമം വഹിച്ചുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ അനുതാപത്തിലൂടെയും പ്രായശ്ചിത്തത്തിലൂടെയും കടന്നു പോയിക്കൊണ്ടും വിശ്വാസ സത്യങ്ങളെ പഠിപ്പിച്ചുകൊണ്ടും വിശ്വാസ സത്യങ്ങളെ ജീവിച്ചുകൊണ്ടും അതുപോലെ തന്നെ നോൻപിലൂടെ നമുക്ക് ലഭിക്കുന്ന പൈസ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തുകൊണ്ടും ഒക്കെ ഈ നോൻപ് കാലം വേണ്ട രീതിയിൽ ആഘോഷിക്കുവാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.